എത്ര മരുന്ന് കഴിച്ചിട്ടും നിങ്ങളുടെ മൈഗ്രെയിൻ രോഗത്തിന് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ. സാധാരണയായിട്ട് രോഗികൾ ചികിത്സയ്ക്കായിട്ട് വരുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ ഇത് ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരുമോ, അതല്ലെങ്കിൽ എത്ര കാലം മരുന്ന് കഴിച്ചാൽ ഇത് ഗുണപ്പെടും, അതല്ലെങ്കിൽ മാറ്റി കിട്ടും എന്നൊക്കെ. അതിനോടൊപ്പം തന്നെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ 2 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നു, അപ്പോൾ ഒരു കുറവുണ്ടായിരുന്നു, അതല്ലെങ്കിൽ അത് വീണ്ടും വരുന്നു. 2 വർഷം മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ 4 മാസം മരുന്ന് കഴിച്ച് മാറ്റം കിട്ടി, പക്ഷെ മാറ്റം കിട്ടിയതിനു ശേഷം വീണ്ടും 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ തലവേദന തിരിച്ചു വന്നു. എവിടെയോ പോയി ഒരു ചികിത്സ എടുത്തു, ആ ചികിത്സ എനിക്ക് ഫലിച്ചതാണ്, പക്ഷെ എനിക്ക് വീണ്ടും വരുന്നു എന്നുള്ള ചോദ്യങ്ങളെല്ലാം സാധാരണ ഒരുപാട് മൈഗ്രെയിൻ രോഗികൾ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. ഇതിൽ ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരുപക്ഷെ നിങ്ങൾ മൈഗ്രെയിൻ രോഗത്തെ തളയ്ക്കാനായിട്ട് മരുന്നുകളെ മാത്രം ആശ്രയിക്കുന്നു എന്നുള്ള പ്രശ്നം തന്നെയാണ്. ഏത് മരുന്നുകളാണെങ്കിലും ചികിത്സാ വേളയിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കുക തന്നെ ചെയ്യും. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് വേദന സംഹാരികൾ കഴിക്കുമ്പോഴില്ല, ആ ദിവസം നമുക്ക് പ്രത്യേകിച്ച് വേദന ഇല്ലാത്ത പോലെയും, അതല്ലെങ്കിൽ ആ മരുന്നുകൾ ചികിത്സകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖം തോന്നുകയും ഒരു ആശ്വാസം ലഭിക്കുകയും എല്ലാം ചെയ്യുന്നത് സാധാരണയാണ്. പക്ഷേ മരുന്നുകൾ നിർത്തിയതിനു ശേഷം ഏതാനും ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞ് വീണ്ടും അതിശക്തമായിട്ട് രീതിയിൽ തലവേദന തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരുന്നുകളോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടെ വരുത്തേണ്ടതായിട്ടുണ്ട്. ഒരു ഹോളിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് സമയത്ത് ഉറങ്ങുകയും കൃത്യമായിട്ട് സമയത്ത് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും റെസ്റ്റ് എടുക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാം ആരോഗ്യം നോക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ഹെൽത്തിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ റിക്കർ ചെയ്യാതിരിക്കുന്നത്. മൈഗ്രെയിൻ എന്ന് പറയുന്ന രോഗം പല ആളുകളിലും നിങ്ങളുടെ ശരീരം നിങ്ങളോട് തന്നെ ഉള്ള ഒരു കരച്ചിലാണ്, അല്ലെങ്കിൽ ഒരു പരാതി പറച്ചിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിലൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ശ്രവിക്കുവാനായിട്ട്, നമ്മുടെ ശരീരത്തിന് എന്താണ് പറയാനുള്ളത്, നമ്മുടെ മനസ്സിന് നമ്മളോട് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വേദനയ്ക്ക്, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വിങ്ങലിന്, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന മനസ്സിലേറ്റ ആ ആഘാതത്തിന് നിങ്ങളോട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കേൾക്കാൻ സമയം എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ മൈഗ്രെയിൻ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിച്ചേക്കാം. ഒരുപക്ഷെ നിങ്ങൾ കഴിക്കുന്ന മരുന്നിന്, ഒരുപക്ഷെ നിങ്ങൾ കഴിക്കുന്ന പെയിൻ കില്ലറിന് നിങ്ങളുടെ വേദനയെ പിടിച്ചു കെട്ടാനും സാധിച്ചേക്കാം. പല ആളുകളും ഇവിടെ കമന്റ് ചെയ്യാറുണ്ട്, ഇന്ന തുളസി തൈലം തേച്ചു കഴിഞ്ഞാൽ ആ വേദനയ്ക്ക് നല്ല ആശ്വാസമുണ്ട്, അതല്ലെങ്കിൽ പല കുറുക്കു വഴികളും നേടിക്കൊണ്ട് വേദനയ്ക്ക് എങ്ങനെ പിടിച്ചു കെട്ടാം എന്നുള്ള പല കാര്യങ്ങളും നമ്മളോട് പറയാറുണ്ട്. പക്ഷേ അതിനേക്കാൾ എല്ലാം ഉപരി നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്, നിങ്ങളുടെ മനസ്സിന് ആവശ്യമായിട്ടുള്ളത്, നിങ്ങളുടെ വികാരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹീലിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾ പോയാൽ മാത്രമേ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഈ രോഗത്തെ നമുക്ക് പിടിച്ചു കെട്ടാനാവും. മൈഗ്രെയിനെ ഒരു നിസ്സാരമായിട്ട് രോഗമായിട്ട് കാണാതെ, അതല്ലെങ്കിൽ സാധാരണ വിക്സോ ടൈഗ്രമാമ്പോ തേച്ച് പോകുന്ന തലവേദന എന്നുള്ള രീതിയിൽ കാണാതെ, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ കാണുമ്പോൾ മാത്രമാണ് ഒരു ഹീലിംഗ് പെർമനന്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ സ്റ്റേ ചെയ്യുന്നത്. മൈഗ്രെയിന് പലവിധ ചികിത്സകൾ എടുത്തിട്ടും മാറാതിരിക്കുന്നവരും, ചികിത്സകൾ എടുക്കുമ്പോൾ സമാധാനം ലഭിക്കും, പക്ഷേ ഏതാനും മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ വീണ്ടും പല കാരണങ്ങളാൽ തിരിച്ചു വരുന്നു എന്ന അനുഭവമുള്ളവർ താഴെ കമന്റ് ചെയ്യുമല്ലോ.